കപട ഇടതുപക്ഷക്കാരെയാണ് കരുതിയിരിക്കേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഒപ്പം നിന്ന് വലതുപക്ഷത്തിന് ആയുധം കൊടുക്കുന്നവരെ ശ്രദ്ധിക്കണം, അത് മാരകമാകും. കോൺഗ്രസും ബി.ജെ.പിയും തുടർച്ചയായി ഭരിച്ചപ്പോൾ തുടർഭരണം അപകടമാണെന്ന് തോന്നാത്തവർക്ക് ഇടതുപക്ഷ തുടർഭരണം അപകടമായി തോന്നിയെന്നും പിണറായി പറഞ്ഞു. കണ്ണൂരിൽ കുവൈത്ത് കലാ ട്രസ്റ്റ് പുരസ്കാരം ഇന്ദ്രൻസിന് നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കലുഷിതമായ സാംസ്കാരിക അവസ്ഥയിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. വർഗീയതയിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നത്. NCERT പാഠപുസ്തകങ്ങളിൽ നിന്നും വസ്തുനിഷ്ഠാപരമായ കാര്യങ്ങൾ ഒഴിവാക്കുകയാണ്. സത്യവിരുദ്ധമായ വർഗീയ ദുർബോധങ്ങളെയാണ് അവിടെ ഉൾപ്പെടുത്തുന്നത്. വളരെ കലുഷമായ ഒരു സാംസ്കാരിക അവസ്ഥയിലൂടെയാണ് നമ്മുടെ രാജ്യം ഇന്ന് കടന്നു പോകുന്നത്. വർഗീയതയുടെ കൊടിയ കടന്നാക്രമണങ്ങളാണ് സാംസ്കാരിക രംഗം ഇന്ന് നേരിടുന്നത്. NCERT പാഠപുസ്തകങ്ങളിൽ നിന്ന് വസ്തുനിഷ്ഠമായ ചരിത്രപാഠങ്ങളെ ഒഴിവാക്കുന്നു. സത്യവിരുദ്ധമായ വർഗീയ ദുർബോധനങ്ങൾ ഉൾപ്പെടുത്തുന്നു. ഇടതുപക്ഷത്തിന്റെ വേഷം അണിഞ്ഞ വലതുപക്ഷത്തെ നാം തിരിച്ചറിയണമെന്നും പിണറായി പറഞ്ഞു. കപട ഇടതുപക്ഷക്കാരുടെ നിലപാട് ശ്രദ്ധിക്കണം, അതാണ് ഏറ്റവും മാരകമെന്നും പിണറായി പറഞ്ഞു. ഇടതുപക്ഷ വേഷമണിഞ്ഞു വന്ന് വലതുപക്ഷത്തിന് സേവനം ചെയ്തു കൊടുക്കുന്നവരെയാണ് ഏറെ കരുതലോടെ കാണേണ്ടത്. അവരുടെ ആക്രമണമാവും കൂടുതൽ മാരകമാവുക. അവരുടെ പ്രതിച്ഛായ തിളക്കിക്കൊടുക്കാൻ ഇറങ്ങുന്നവർ സത്യത്തിൽ ഇടതുപക്ഷത്തെ കരുതേക്കുക എന്ന കർമ്മമാണ് അനുഷ്ഠിക്കുന്നത്. കപട ഇടതുപക്ഷക്കാരുടെ നിലപാടുകളിലെ ഇരട്ടത്താപ്പ് ശ്രദ്ധിക്കണം. കേന്ദ്രത്തിൽ കോൺഗ്രസും ബി.ജെ.പിയും തുടർച്ചയായി ഭരിച്ചപ്പോൾ തുടർഭരണം ആപത്താണ് എന്ന് പറയാത്തവർ കേരളത്തിൽ ഇടതുപക്ഷം തുടർച്ചയായി ഭരിച്ചപ്പോൾ അത് അപകടമാണെന്ന് പറഞ്ഞു. കോൺഗ്രസ് കേന്ദ്രവും സംസ്ഥാനവും തുടർച്ചയായി പല പതിറ്റാണ്ട് ഭരിച്ചു. ബി.ജെ.പി തുടർച്ചയായി പതിറ്റാണ്ടിലേറെയായി ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഘട്ടങ്ങളിലൊക്കെ ഇവർ ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ തുടർഭരണം അപകടകരമാണെന്ന് ഇവരാരും അവരെ നോക്കി പറഞ്ഞിട്ടില്ല. ഇടതുപക്ഷത്ത് നോക്കി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് ഇടതുപക്ഷത്തോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് ആരെങ്കിലും കരുതുന്നെങ്കിൽ ഹാ കഷ്ടം എന്നേ പറയാനുള്ളൂ. പ്രത്യയശാസ്ത്രം കൊള്ളാം, സംഘടന കൊള്ളില്ല എന്ന നിലപാടാണ് ചിലർക്ക്. പാർട്ടി കൊള്ളാം, നേതാക്കൾ കൊള്ളില്ല എന്നു പറയുന്നവരുമുണ്ട്. EMSഉം AKGയും പാർട്ടിയെ നയിച്ചപ്പോഴും അവർക്കെതിരായിരുന്നു ഈ ശക്തികൾ. മരണത്തിന് ശേഷമാണ് പഴയകാല നേതാക്കളും സ്വീകാര്യരായത്. പ്രത്യയശാസ്ത്രം കൊള്ളാം, പക്ഷേ പാർട്ടി സംഘടന കൊള്ളില്ല. ഇത് സംഘടനയില്ലാതെ പാർട്ടിയുണ്ടോ? മറ്റൊരു വാദം, പഴയ നേതാക്കൾ കൊള്ളാം, പുതിയ നേതാക്കൾ കൊള്ളില്ല. പഴയകാല നേതാക്കൾക്ക് അതും നമ്മെ വിട്ടുപിരിഞ്ഞു പോയവർക്ക് തിരിച്ചു വന്ന് പാർട്ടിയെ നയിക്കാനാവില്ലല്ലോ. ഇനിയും ഒരു വാദമുണ്ട്, അതാണ് പാർട്ടി കൊള്ളാം, പക്ഷേ നേതാക്കൾ കൊള്ളില്ല. EMSനെയും AKGയും പോലുള്ളവർ ഈ പാർട്ടിയെ നയിച്ചിരുന്ന കാലമുണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു അന്ന് ഈ ശക്തികൾ പറഞ്ഞിരുന്നത്? ഇവർക്ക് സ്വീകാര്യരായിരുന്നോ? ജീവിച്ചിരിക്കുന്ന കാലത്ത് മുഴുവൻ ആക്ഷേപിക്കും, മരിച്ചാൽ വാഴ്ത്തും. കാരണം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പാർട്ടിയെ നയിക്കില്ലല്ലോ. കണ്ണൂരിൽ കുവൈത്ത് കലാ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുരസ്കാരം നടൻ ഇന്ദ്രൻസിന് നൽകി സംസാരിക്കുകയായിരുന്നു പിണറായി. ഇന്ദ്രൻസ് ദേശീയതലത്തിൽ തന്നെ ശ്രദ്ധേയനായ നടനാണെന്നും ചലച്ചിത്രരംഗത്തെ താരസങ്കല്പത്തെ ആകെ മാറ്റിമറിച്ച കലാകാരനാണെന്നും പിണറായി പറഞ്ഞു.
വിദ്യാഭ്യാസ എൻഡോൺമെന്റ് വിതരണവും നടന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എൻഡോൺമെന്റ് വിതരണം ചെയ്തു. കലാ ട്രസ്റ്റ് ചെയർമാൻ AK ബാലൻ അധ്യക്ഷത വഹിച്ചു. കഥാകൃത്ത് T പത്മനാഭൻ, CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ്, KV സുമേഷ് MLA, മുൻ സ്പീക്കർ N ഷംസീർ, ബിജു കണ്ടക്കൈ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.